So what makes Asif Ali special എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആസിഫ് അലിയുടെ ടാലന്റ് തന്നെയാണ്. That makes Asif Ali special for me. Other than he is my best friend, my brother. ടാലന്റ് തന്നെയാണ്. ഓരോ സിനിമയിലും നമ്മൾ ഞാൻ ചെയ്യാത്ത ഇപ്പോൾ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ആസിഫിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ. അതല്ലാതെ ഇപ്പൊ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞ കെട്ടുകളുണ്ട്. മാലാഖയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത്. ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ രണ്ടുപേരും ഇടിച്ചിടിച്ച് നിൽക്കുകയും ചെയ്യുന്നതിന് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു. ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിറേഷൻ ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള. പക്ഷെ ഞാനത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. രണ്ട് റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാൻ അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓൺലൈൻ മീഡിയയുടെ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത് ഒരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല. അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബിജന്റെ കൂടെ എന്റെ മുഖവും കൂടെ കണ്ടപ്പോ, അതായത് രണ്ട് ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോ, അതായത് ഇപ്പോ സാധാരണ ജിസ് പടങ്ങളിൽ ഉണ്ടാവുന്ന കേക്ക് മുറിക്കുന്ന കത്തിക്ക് പകരം ഇവിടെ ശരിക്കുള്ള കത്തി, ചിരിക്കുന്ന ആസിഫ് അലിക്ക് പകരം റഫായ ആസിഫ് അലി, ആ മാറ്റം പാടായിരുന്നു. അല്ല, അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല. പലരും ഓർക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ആ സമയത്ത് 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഈ ഇപ്പൊ തലവൻ എന്ന് പറയുന്നത്. നല്ല ചോദ്യം. ഇതുവരെയുള്ള സിനിമകളിലൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു. ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്, സംഭാഷണവും സംവിധാനമാണ്. ഇതിൽ ശരത്തും ആനന്ദും രണ്ടുപേരാണ്. ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ്. ആനന്ദിനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന. രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു, ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ ഭംഗിയായിട്ട് എന്നെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, രസമായിട്ട് തന്നെ അവർ എന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി. ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാർസിനെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടറൈസ് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു രണ്ടുപേർക്കും രണ്ടുപേരേതായിട്ടുള്ള സ്പേസ് വേണം, അവരുടെ ഇമോഷണൽ കണക്ട് വേണം, നമുക്കത് കണക്ട് ആണ്. സോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവല്ലോ. കാരണം സ്ക്രീൻ പ്ലേ സെക്കൻഡ് എഴുതാത്തപ്പോ അതിന്റെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാത്തപ്പോ എന്നുള്ളതല്ല, അത് സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാൻ ആ പ്രോസസ്സിലുണ്ടായിരുന്നു. ഈവൻ എവറി ഡേ ആസിഫിനൊക്കെ അറിയാം, നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല. നല്ല ചോദ്യമാണ്. അതായത് എപ്പോഴും ഈ രണ്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട്, മറ്റു മുഖങ്ങളുണ്ട്, പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. രണ്ടും ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്ന ഒരു 8 ദിവസം കൂടി 9 ദിവസം കൂടി ഉണ്ട്. വേറെ ഒരു ക്ലെയിമിംഗ് ഞാൻ അവിടെ ചെയ്യുന്നില്ല. ഭയങ്കര ഉദാത്തമായ ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. പ്രേക്ഷകൻ കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്തത് ശരിയാണ്, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ജസ്റ്റ്. ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്.
അത് മാറ്റിയോ? ഞാൻ മാറ്റി. ആസിഫ്ക്ക, ഈ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളൊക്കെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നോ? തലവനില് ആദ്യം മുതല്, അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത് ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ് സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയില്ല, അത് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ, അങ്ങനെ മാറി. അതിപ്പോ ഈ ബിജുചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പൊ അനുരാഗരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് പുതിയൊരു ജോണർ, അതായത് ലവ് സ്റ്റോറിയിൽ തന്നെ പുതിയൊരു കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ഓപ്പൺ ആയതാണ്. വെള്ളിമൂങ്ങ ഉണ്ടാക്കിയ ഒരു ജോണർ ഷിഫ്റ്റ് നമുക്കറിയാം. അങ്ങനെയുള്ള തമാശകൾ വന്നതാണ്. അപ്പൊ ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പൊ എത്രത്തോളം മാറിയിട്ടുണ്ട് റാപ്പൊക്കെ? ബിജുചേട്ടൻ എനിക്ക് ഒരു സിനിമ ഒരു എന്താ സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചിറക്കാന്നാണ് എപ്പോഴും ബിജുചേട്ടൻ വിളിക്കാറുള്ളത്. അത് ബിജുചേട്ടന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല. ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോ ബിജുചേട്ടനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബിജുചേട്ടന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ബിജുചേട്ടൻ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബിജുചേട്ടൻ. അപ്പൊ ബിജുചേട്ടൻ ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോ അതും വലിയൊരു ധൈര്യമായിരുന്നു. നായികമാരോടാണ് സാധാരണ ഈ ജിസ് ജോയ് സിനിമകളില് ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും ട്വിസ്റ്റിൽ അപകടത്തിൽപ്പെടുത്താനാണ് നായകന്മാര് വരാറ്. അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയുമ്പോ? ചോദ്യം കേട്ടില്ല. സാധാരണ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാൻ, അതായത് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകന്മാര് പൊതുവിൽ വരാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യമേ വന്നില്ല. കാരണം ആദ്യമേ വിളിച്ചപ്പോ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത്. അപ്പോ എന്താ പറയുന്നത്, ആക്ച്വലി ഈ പടം ജിസ്റ്റേനോട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം. ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റേന്റെ ഫിലിം ബിജു മേനോൻ ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ജിസ്റ്റേടൻ കഴിഞ്ഞ ഇന്നാള് അതിന് ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്ത് ജിസ്റ്റേടൻ പറഞ്ഞാണല്ലോ, എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചില്ല, ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ? എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും. അതങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സിന് ആപ്റ്റ് ആയിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്, എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു എന്താ പറയുന്നത്, എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ള ഒരു സാഹചര്യമുള്ളൂ. അല്ല, ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല, നന്മമരമാക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു എന്റേതൊരു വേറെ തന്നെ ഒരു വഴിയാണ്. അന്വേഷണത്തിന്റെ ഒരു വല്ലാത്ത മുഖത്തിലേക്ക് അന്വേഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അനുശ്രീ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി പൊക്കി പറയുമോ? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടെ അറ്റത്തിരുന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരണമെന്ന്, കിട്ടണില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പറഞ്ഞതുപോലെ നമുക്ക് 24-ാം തീയതി പടം എല്ലാവരും കണ്ടതിന് ശേഷം സംസാരിക്കാം. ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസസിൽ ഒന്നാണ് ബസീർക്ക. ബസീർക്ക ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും. സ്ഥിരം പോലീസാണെന്ന് ചോദിക്കുന്നില്ലേ? അന്വേഷിപ്പിക്കേണ്ടതില് പോലീസായിരുന്നില്ലേ? അതെ, പിന്നെയും പോലീസ്, ഇതിലും പോലീസാ, DNA പോലീസ്. ലെഫ്റ്റനന്റ് ജനറൽ പദവി പോലെ കിട്ടും, എന്തെങ്കിലും കിട്ടണം. അത് മേടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അല്ല, ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു നടന്ന ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് വേഷങ്ങൾ തന്നെയാണ്, അപ്പൊ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലടാ വിളിക്കുന്നത്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത്. പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സ്ഥിരം പോലീസ് വേഷം ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ, വേഷം തരാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഷാജോൺ എന്ത് പറയാനാ? ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായിപ്പോ എന്താ ചെത്തായി. അങ്ങനെയല്ല, ഇതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ജിസ്മോനായിട്ട് ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ, എത്രയോ കൊല്ലത്തെ പരിചയമാണ്. അത് പറയണം. അതായത് ഞാനും ജയസൂര്യയും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം, ഞാൻ 1998-99 ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും. 2-man ഷോയാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ്, വേറെ ആരുമില്ല, വേറെ ബേർഡൻസ് ഒന്നുമില്ല. ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ്. അത് അവന് നസീർക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ജയസൂര്യക്ക് നസീർക്ക അതിലൊരു ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ മിക്കടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നിക്ക് ഓർക്കാത്തോണ്ടാണ് ജയസൂര്യയുടെ കൂടെ. അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീർക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം പിന്നെ കൈയെടുക്കരുത്. താങ്ക് യു. എന്തായാലും വന്നതിലും രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് അത് പറയണം. താങ്ക് യു. പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടുള്ള ചോദ്യമാണ് ഇപ്പോൾ. ടെർബോ ഇറങ്ങുന്നു, അതൊരു പ്രധാനപ്പെട്ട, നിങ്ങളതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി നമ്മൾ പറഞ്ഞു വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24-ാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെന്റുകളെല്ലാം ചെയ്തതും. ടർബോ 13-ാം തീയതി, ജൂൺ 13-ാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന് 3 ആഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള വിധത്തിലാണ്. അപ്പൊ അവര് 23-ാം തീയതി തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായി പോയി. നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടർബോയുടെ? അല്ലേ? എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണല്ലേ? അല്ല, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ.
എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23rd വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 എന്നുള്ള ഒരു 2 ആഴ്ച കൂടെ തള്ളുമായിരിക്കും, ശരി പണി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം പറയുന്നത് 24th എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ്. കാരണം അറിയാലോ, അത് കൂടുതലൊന്നും പറയണ്ട. സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ. നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയാ ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും. തീർച്ചയായിട്ടും അതൊരു അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് 3-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 5ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, മഴ വരാൻ പോകുന്നു. അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 23rd ടർബോന്ന്, അത് കഴിഞ്ഞ് 24th നമ്മൾ റിലീസ്. അറിയാം, നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ്, നമ്മുടേത് നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിങ്ങിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം, അതിനെ കൂടെ വിജയിപ്പിക്കണം.